ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ അത്ര ഗുഡല്ല കേട്ടോ, ശരി സാര. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഹസ്ബൻഡ് ഫുഡൊക്കെ കൊടുത്ത് ഹസ്ബൻഡ് ബോറടിയായി നിൽക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വയറ് കുറച്ച് ചാടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വിളിച്ച് പുള്ളിക്കാരനായിരിക്കും, അല്ല പക്ഷേ എനിക്കാണ് ഇങ്ങനെ കുറച്ച് വയറ് ചാടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ് എന്ത്, വയറ് ചാടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളത് കുറയ്ക്കണം അല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല, ഒരു ഫ്ലോ ഉണ്ടാവില്ല, നമ്മൾ മടിയായിട്ട് ചെയ്തില്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാം നമുക്ക് വയറ് കുറയ്ക്കാനായിട്ട്. ഞാൻ നല്ല ഫുഡിയാണ്, സോ ഭക്ഷണം കുറച്ചിട്ട് വയറ് കുറയ്ക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ആരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് ആരും നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ബിക്കോസ് ആദ്യം തന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടക്കും. സോ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം. കഴുത്തും കൈയും ബോഡിയൊക്കെ ഒന്ന് ജസ്റ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ജസ്റ്റ് ആദ്യം എല്ലാ ഭാഗവും മീൻസ് കൈയും കാലും ഒക്കെ ഒന്ന് അനക്കി ഒന്ന് സെറ്റായ ശേഷിയുള്ളൂ നമുക്കിത് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു 2 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നോക്കിയാൽ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ല, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു 10 ടൈംസ്, ഡെയിലി ഒരു 10 ടൈംസ് ആദ്യമൊക്കെ. ഓക്കെ, സോ നമ്മുടെ ഈ കൈ രണ്ടും സ്ട്രെച്ച് ഇങ്ങനെ ചെയ്തിട്ട് രണ്ടും മുട്ടിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു 10 ടൈംസ് വരെ ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്യണം, പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ബോഡി ഒന്ന് സെറ്റായി, അതിനൊന്ന് മാച്ചായി, ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അവിടെ ഇവിടെ കടപടാന്നൊക്കെ പൊട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ചെയ്യും. ദെൻ എന്നെന്താ ഒക്കെ കൂടെ ഇപ്പോൾ പറയുന്നില്ല. സോ ഒരു 2 സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാം, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വയറൊന്ന് കുറയ്ക്കാൻ പറ്റും. അതിൽ മെയിൻ വേറൊരു തിങ്ങും കൂടെ ഉണ്ട്. നമ്മുടെ ജസ്റ്റ് 2 കൈകളുണ്ടല്ലോ, ഈ കൈയിലേക്ക് കാലിൻ്റെ കുതി തട്ടിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഷോ. എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട് വന്നിട്ടെന്ന് വിചാരിക്കും.